ഏപ്രിൽ 2024 നടന്ന ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി 2ൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 10 മാർക്സിന് യൂണിറ്റ് 1 നിന്നും യൂണിറ്റ് 4 നിന്നാണ് ചോദിച്ചത്. 5 മാർക്സിനാണെങ്കിൽ എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂണിറ്റ് 3 and 4 2 ക്വസ്റ്റ്യൻസ് വീതമാണുള്ളത്. 2 മാർക്സിനാണെങ്കിൽ യൂണിറ്റ് 4 നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ബാക്കിയുള്ള യൂണിറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡ്രോ എ നീറ്റ് ലാബിൾഡ് ഡയഗ്രാം ഓഫ് എ ന്യൂറോൺ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് സ്ട്രക്ചർ. ക്ലാസിഫൈ ന്യൂറോഗ്ലിയൽ സെൽസ് ഓഫ് ദ നെർവസ് സിസ്റ്റം ആൻഡ് ഗിവ് എനി വൺ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ന്യൂറോഗ്ലിയൽ സെൽസ്. ഇവിടെ 2 പാർട്ടുണ്ട് ക്വസ്റ്റ്യന്. ഓരോ പാർട്ടും 5 മാർക്സിനാവും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ന്യൂറോണിനെ കുറിച്ച് 5 മാർക്സിന് എഴുതണം, ന്യൂറോഗ്ലിയനെ കുറിച്ചും 5 മാർക്സിന് എഴുതണം. ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ എന്താണ് നെർവസ് ടിഷ്യൂ എന്ന് മെൻഷൻ ചെയ്യണം. ടിഷ്യൂ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ന്യൂറോൺസും ന്യൂറോഗ്ലിയാസും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. ആ കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നീറ്റായിട്ട് വരച്ചിട്ട് ലേബൽ ചെയ്യുക. ദെൻ അതിൻ്റെ പാർട്സ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് ന്യൂറോഗ്ലിയ എന്താണെന്ന് എഴുതുക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതുക. CNS ഉള്ള ന്യൂറോഗ്ലിയ, PNS ഉള്ള ന്യൂറോഗ്ലിയ, നമ്മൾ കോഡൊക്കെ വെച്ച് പറഞ്ഞത് എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ള കാര്യം, ആ ഒരു രീതിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതുക. ദെൻ ഇതിൻ്റെ ഫങ്ഷൻസ് എഴുതുക. 10 മാർക്കിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ അനാട്ടമി ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇവിടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് 10 മാർക്സിന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അനാട്ടമിക്ക് 5 മാർക്സ്, ഫങ്ഷൻസിന് 5 മാർക്സ്. അങ്ങനെയും നമുക്ക് അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ അനാട്ടമിക്ക് 6 മാർക്സ്, ഫങ്ഷൻസിന് 4 മാർക്സ്. എങ്ങനെയായാലും 2 പേജിൽ അനാട്ടമി, 2 പേജിൽ ഫങ്ഷൻ വരുന്ന രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ഇൻറ്റേർണൽ അനാട്ടമി, എക്സ്റ്റേണൽ അനാട്ടമി എന്ന് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. എക്സ്റ്റേണൽ അനാട്ടമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സൈസ്, ഷേപ്പ്, അതിൻ്റെ കളറ്, ലൊക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇൻറ്റേർണൽ അനാട്ടമി എന്ന് പറഞ്ഞാൽ അതിലുള്ള ടൈപ്സ് ഓഫ് സെൽസ്, ഏതൊക്കെ സെൽസ് ആണുള്ളത്, അതായത് ഹിസ്റ്റോളജിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ഇതാണ് സ്റ്റാർട്ടിങ്. നമ്മളെ നോട്ടിൽ കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ദെൻ ഇതിൻ്റെ ഫങ്ഷൻ ചോദിച്ചാൽ ഏതൊക്കെ ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൂടാതെ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 3. എക്സ്പ്ലെയിൻ ദ എൻഡോക്രൈൻ ഫങ്ഷൻസ് ഓഫ് പാൻക്രിയാസ്. പാൻക്രിയാസിനെ നമുക്ക് 2 ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും എൻഡോക്രൈൻ സിസ്റ്റത്തിലും. ഇതൊരു എക്സോക്രൈൻ ഗ്ലാൻഡുമാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്. ഇതിൽ എൻഡോക്രൈൻ ഫംഗ്ഷനാണ് ചോദിച്ചത്. ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത്. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൽ ഏതൊക്കെ ടൈപ്പ് സെൽസാന്നുള്ള കാര്യം ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് അത് മെൻഷൻ ചെയ്യുക. ദെൻ ഓരോ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ അവിടെ കൊടുക്കുക. അതായത് ഓരോ ടൈപ്പ് ഓഫ് സെൽസും ഓരോ ടൈപ്പ് ഓഫ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് മെൻഷൻ ചെയ്ത ശേഷം ആ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ സമ്മറി ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോട്ടിൽ നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ വായിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് ഈസ് റിഫ്ലക്സ് ആക്ടിവിറ്റി. എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് എ സിമ്പിൾ റിഫ്ലക്സ് ആർക്ക്. 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച കാര്യം ശ്രദ്ധിക്കുക. ഇതിലുള്ള ഓരോ ടേമും നമ്മൾ 2-3 പ്രാവശ്യം വായിച്ചിട്ട് ഉറപ്പിക്കണം അതിലുള്ള എല്ലാം കവർ ചെയ്തെന്നുള്ള കാര്യം. ഇവിടെ റിഫ്ലക്സ് ആക്ടിവിറ്റിക്ക് അവർ 1 മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയാൽ. ദെൻ എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് സിമ്പിൾ റിഫ്ലക്സ് ആർക്ക്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയണം. അത് കഴിഞ്ഞിട്ടാണ് കോമ്പണൻസ് പറയേണ്ടത്. എല്ലാവരും സാധാരണ ചെയ്യുക ഈ ഒരു റിഫ്ലക്സ് ആക്ടിവിറ്റി എന്താണെന്ന് പറയും, പിന്നെ കോമ്പണൻസും പറഞ്ഞ് എഴുതും. പക്ഷേ റിഫ്ലക്സ് ആർക്ക് എന്താണെന്ന് പറഞ്ഞ ശേഷം കോമ്പണൻസ് എഴുതാവും. അത് വിട്ടുപോകരുത്. അപ്പോൾ അതിൻ്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ കാര്യം നിങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ ഇൻ സ്റ്റൊമക്ക്. ഈ ഒരു കാര്യം നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് പഠിച്ചത്. ഓരോ പാർട്ടിലുള്ള മെക്കാനിക്കൽ ഡൈജഷൻ എന്താണ്, കെമിക്കൽ ഡൈജഷൻ എന്താണെന്നാണ് പഠിച്ചത്. ആ ഒരു രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ആലോചിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല, പഠിച്ച് അതേപോലെ എഴുതിയാൽ മതി. സ്റ്റൊമക്കിലെ മെക്കാനിക്കൽ ഡൈജഷൻസ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കെമിക്കൽ ഡൈജഷൻ, അവിടെയുള്ള എൻസൈം, അതേപോലെ ഏത് രീതിയിലാണ് ഡൈജഷൻ നടക്കുന്നത്, ആ കാര്യം നിങ്ങൾ അതേപോലെ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 6. എക്സ്പ്ലെയിൻ ദ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ റെഗുലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. പല രീതിയിൽ റെഗുലേഷൻ നടക്കുന്നുണ്ട്. നെർവസ് കൺട്രോൾ, കെമിക്കൽ കൺട്രോൾ, റിഫ്ലക്സ്, പിന്നെ അതർ ഫാക്ടേഴ്സ്, അതായത് ടെമ്പറേച്ചർ, പെയിൻ, BP, ഇതൊക്കെയും റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നെർവസ് കൺട്രോളാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതിൽ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ഇൻ മെഡുല്ല ഒബ്ലോങ്കേറ്റയും റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ഇൻ പോൺസും ആണ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അതുകൂടാതെ ബാക്കിയുള്ളതും ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഡ്രോ എ നീറ്റ് ലാബിൾഡ് ഡയഗ്രാം ഓഫ് എ നെഫ്രോൺ. പലരും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നെഫ്രോൺ വരച്ചിട്ടിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ സ്കോർ നോക്കുക, 5 മാർക്സ് ആണ്.
സോ ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ച് വെച്ച് ലാബിൽ ചെയ്താൽ 5 മാർക്സ് എന്തായാലും കിട്ടില്ല നമുക്കറിയാം. അതുകൊണ്ട് വരച്ച ആ ഒരു സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും വേണം, ഓരോ പാർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും വേണം. റീനൽ കോർപ്പസിലുണ്ട്, അതിൽ ഗ്ലോമറുലസും ബോവൻസ് ക്യാപ്സ്യൂളും ഉണ്ട്. പിന്നെ റീനൽ ട്യൂബ്യൂൾസ്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലീസ് ലൂപ്പ്, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, പിന്നെ കലക്റ്റിംഗ് ഡക്റ്റ്, ആ ഒരു രീതിയിൽ നിങ്ങൾ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓക്സിറ്റോസിൻ, ADH ആൻഡ് പാരാതൈറോയ്ഡ് ഹോർമോൺ? ഇവിടെ 3 ഹോർമോൺസിൻ്റെ പേര് എന്നിട്ട് അതിൻ്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓരോ ഹോർമോണിനും ഒരു 2 മാർക്സ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ആ ഒരു രീതിയിലാണ് ആൻസർ ചെയ്തേണ്ടത്, കാരണം ഇത് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൽ ADH എന്ന് തന്നത് ഫുൾ ഫോം അറിയാത്തവർക്ക് പണി കിട്ടും. ആൻറ്റി ഡയററ്റിക് ഹോർമോണാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഹോർമോൺസ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ജസ്റ്റ് ഫങ്ഷൻസ് മാത്രം എഴുതി വെക്കരുത്. ഒരു ഇൻട്രോ എന്ന നിലക്ക് ആ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുക, ദെൻ അതിൻ്റെ ഫങ്ഷൻസ് എഴുതുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ പഠിച്ചതാണ്. അതിലുള്ള സമ്മറി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഊജനസിസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട. ഈ ഒരു പേജ് ഉണ്ടല്ലോ നമ്മൾ പഠിച്ചത്, അത് അതേപോലെ കൊണ്ട് എഴുതിയാൽ മതി. ഈ രീതിയിൽ ഡയഗ്രാം വരക്കുക, അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതിൻ്റെ കൂടെ ഫോളിക്കുലർ ഡെവലപ്മെൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. കാരണം ഈ ഒരു ഫോളിക്കുലർ ഡെവലപ്മെൻറ്റ് ഈ ഒരു ഊജനസിസുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഈ ഫോളിക്കിൾസിൻ്റെ ഉള്ളിലാണ് ഊജനസിസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റെപ്സ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. ഇനി നമ്മൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് എത്തി. ഡിഫൈൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് എഴുതണം. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും ഇമ്പൾസ് എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. സിലബസിലെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇമ്പൾസ് എന്ന് 2 ടേമായിട്ട് കൊടുത്തപ്പോൾ പലരും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ വേണ്ട, രണ്ടും സെയിം ആണ്. അതെന്താണെന്ന് എഴുതാം. പക്ഷെ ജസ്റ്റ് ഒരു ഡെഫിനിഷന് 2 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് മാത്രം എഴുതി നിർത്തരുത്. അതിൻ്റെ കൂടെ ത്രഷോൾഡ് വാല്യൂ എന്താ, ആ ഒരു വാല്യൂ എത്തുമ്പോഴാണ് ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറുന്ന ആ ഒരു സ്റ്റിമുലസ്, ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുക. പിന്നെ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഫേസസ്, മെയിനായിട്ടുള്ള 2 ഫേസസ് ഉണ്ട്. ഡീപോളറൈസിങ് ഫേസ്, റീപോളറൈസിങ് ഫേസ്. അങ്ങനെയുള്ള കാര്യങ്ങളൂടെ അവിടെ എഴുതിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഈസ് ദ റോൾ ഓഫ് സലൈവറി അമൈലേസ്? സലൈവറി അമൈലേസ് എന്നുള്ള എൻസൈമിൻ്റെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരിട്ട് റോൾ എഴുതുന്നതിന് മുമ്പ് ഈ ഒരു സലൈവറി അമൈലേസ് എന്താണെന്നൂടെ എഴുതണം. സലൈവറി അമൈലേസിനെ ടയലിൻ എന്നൂടെ പറയും. അതിൻ്റെ മറ്റൊരു പേരാണ്. ഇതൊരു ഡൈജസ്റ്റീവ് എൻസൈമാണ്. കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ്. സലൈവറി ഗ്ലാൻസ് ആണ് ഇത് സെക്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ എങ്ങനെയാണ് ഈ ഒരു സലൈവറി അമൈലേസിൻ്റെ പ്രസൻസിൽ എന്നുള്ളത് നിങ്ങൾ ആരോ മാർക്ക് ഇട്ടിട്ട് കാണിച്ചു കൊടുക്കുക. ഇത്ര ചെയ്താൽ മതി, 2 മാർക്സ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് ആർ ദ 3 ലെയേഴ്സ് ഓഫ് സ്പൈനൽ മെനിഞ്ചസ്? ഈ ഒരു മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ലെയറാണ്. ബ്രെയിനിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, സ്പൈനൽ കോഡിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിലാണെങ്കിലും സ്പൈനൽ കോഡിലാണെങ്കിലും 3 ലെയേഴ്സാണ് ഉള്ളത്. ഡ്യൂറാ മാറ്റർ, അരക്നോയിഡ് മാറ്റർ, പിയ മാറ്റർ. പക്ഷെ അതിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ബ്രെയിനിലും സ്പൈനൽ കോഡിലും. അത് നമ്മൾ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഏത് ലെയേഴ്സാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ലെയേഴ്സിൻ്റെ പേര് ചെയ്താൽ ഓരോതിനെക്കുറിച്ച് ഓരോ പോയിന്റ്, ഔട്ടറാണ്, മിഡിലാണ്, ഇന്നറാണ്, അത് മതി. അതിൽ കൂടുതലായിട്ട് വേണ്ട, 2 മാർക്സ് അല്ലേ. പക്ഷെ ജസ്റ്റ് പേര് മാത്രം എഴുതി വെക്കരുത്. വിത്ത് 1 സെൻറ്റൻസ് നിങ്ങൾ ആൻസർ ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് 2 മാർക്സ് ആഷ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 13. നെയിം ദ 4 ലെയേഴ്സ് ഓഫ് ദ വാൾ ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. GI ട്രാക്റ്റിൻ്റെ വാൾസിൽ 4 ലെയേഴ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നെയിം, അതായത് ജസ്റ്റ് പേര് ഏതാണ്. നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടത്? ഈ ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ ലാബൽ ചെയ്യുക. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്, 2 മാർക്സ് കിട്ടും. നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വരച്ച് ലാബൽ ചെയ്യുമ്പോൾ നിങ്ങൾ 4 ലെയേഴ്സ് ഉണ്ടെന്ന് കാണിക്കുന്നതിൻ്റെയോടൊപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്റോടെ പറയുന്നുണ്ട്. ഔട്ടർ ലെയർ ഏതാണ്, ഇന്നർ ലെയർ ഏതാണ്, ആ ഒരു കാര്യം കൂടെ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് വിസിബിളാണ്. സോ ഈ ഒരു ഡയഗ്രാം വരച്ച് വെച്ചാൽ അത് മതി. അതെല്ലാം നിങ്ങൾ നെയിമിംഗ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് പേര് ഏതാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സെൻറ്റൻസ് കൂടെ എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 14. ലിസ്റ്റ് ഔട്ട് ദ മേജർ റോൾ ഓഫ് ATP. ATPയുടെ മേജർ റോളാണ് ചോദിക്കുന്നത്. നമ്മൾ ATPയുടെ റോൾ ഒരു 5 മാർക്സിനുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള 2 സ്ലൈഡ്സാണ് ഇവിടെ കൊടുത്തത്. ഇതിൽ അറൗണ്ട് 7 റോൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമാണ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. അതിലുള്ള കീ പോയിന്റ് നിങ്ങൾ എടുത്ത് എഴുതുക. ഒരു 4 കീ പോയിന്റ്സ്, ഇതിലുള്ള ഏതെങ്കിലും 4 റോൾസിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തങ്ങ് എഴുതുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റ് വായിക്കുമ്പോൾ എന്താണ് റോൾ എന്ന് മനസ്സിലാണ്. ആ ഒരു രീതിയിൽ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 15. ഡിഫൈൻ ടൈഡൽ വോളിയം. ഇത് റെസ്പിറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈഡൽ വോളിയം എന്താ? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. നമ്മൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്വസിക്കുന്നില്ലേ, അങ്ങനെ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ എത്ര വോളിയം എയർ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അതേപോലെ എത്ര വോളിയം എയർ നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇൻഹെയിൽ ചെയ്യുമ്പോൾ എത്ര വോളിയം എയർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ എത്ര വോളിയം
എയർ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് 500 ml ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അവിടെ മസ്റ്റായിട്ട് എഴുതണം. ഇതിൻ്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ നിങ്ങൾ മസ്റ്റായിട്ട് എഴുതണം. ഇനി നിങ്ങൾക്ക് ഇത് പോരാന്ന് തോന്നുകയാണ്, 2 മാർക്സിന് ഇത് സഫിഷ്യൻ്റ് എല്ലാം തോന്നുകയാണെങ്കിൽ ഇതിനെ മെഷർ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അപ്പരാറ്റസിൻ്റെ പേര് സ്പൈറോമീറ്റർ. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന റെക്കോർഡിനെ സ്പൈറോഗ്രാം എന്ന് പറയും. ഈ കാര്യം നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 മാർക്സ് അല്ലേ അഷ്യൂർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 16, വാട്ട് ഈസ് ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പരാറ്റസ്? ഇത് കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഔട്ട് ഓഫ് സിലബസും അല്ല. ഇത് നെഫ്രോണിൻ്റെ ഒരു പാർട്ടാണ്. ആക്ച്വലി ഒരു ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പരാറ്റസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ അറിയില്ലേ? അതിൽ ഗ്ലോമറുലസിന് അഫറൻ്റ് ആർട്ടറിയോൾ ഉണ്ട്, അതായത് ആ ഒരു ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു ക്യാപ്പിലറി. ദെൻ അവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഇഫറൻ്റ് ആർട്ടറിയോൾ ഉണ്ട്. ഈ ഒരു അഫറൻ്റ് ആർട്ടറിയോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പോർഷൻ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളായിട്ട് ചേർന്നിരിക്കുന്ന ഒരു പാർട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ബ്ലാക്ക് കളറിൽ കാണാൻ പറ്റും. ഇതാണ് അഫറൻ്റ് ആർട്ടറിയോൾ. ഈ റെഡ് കളറിലുള്ള ഇതാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇത് ബോമാൻസ് ക്യാപ്സ്യൂളാണ്. ഇത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇത് ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി, അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി, അങ്ങനെ വന്നിട്ട് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളായിട്ട് മാറുമ്പോൾ അത് തമ്മിൽ ചേർന്നിരിക്കുന്ന ഒരു പാർട്ടുണ്ട്. അവിടെയുള്ള സെൽസിന് സ്പെഷ്യലൈസേഷൻ നടന്നിട്ട് പ്രത്യേക ഒരു സ്ട്രക്ചറായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പരാറ്റസ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് കളേർഡ് പാർട്ടാണ് ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പരാറ്റസ്. അവിടെ എന്തൊക്കെ കോമ്പണൻ്റാണുള്ളത് നമുക്ക് നോക്കാം. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിൻ്റെ സെൽസ് അവിടെ സ്പെഷ്യലൈസേഷൻ നടന്നിട്ട് മാക്യുല ഡെൻസ എന്നുള്ള സെല്ലായിട്ട് മാറും. അതേപോലെ അഫറൻ്റ് ആർട്ടറിയോൾസിൻ്റെ സെൽസ് സ്പെഷ്യലൈസേഷൻ നടന്നിട്ട് ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് അല്ലെ JG സെൽസ് ആയിട്ട് മാറും. JG സെൽസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17, റൈറ്റ് എനി വൺ ഫങ്ഷൻ ഓഫ് യൂറേറ്റേഴ്സ് ആൻഡ് യൂറിനറി ബ്ലാഡർ. യൂറേറ്ററിൻ്റെയും യൂറിനറി ബ്ലാഡറിൻ്റെയും ഫംഗ്ഷൻ ഇതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂറിനറി ബ്ലാഡർ എന്ന് പറയുമ്പോൾ യൂറിനെ സ്റ്റോർ ചെയ്യാനുള്ള സ്ട്രക്ചറാണ്. യൂറേറ്റർ എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ നിന്നും യൂറിനെ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്ന സ്ട്രക്ചറാണ്. ഓക്കെ ആണല്ലോ? ആ ഒരു കാര്യം നിങ്ങളവിടെ മെൻഷൻ ചെയ്താൽ മതി, 2 മാർക്സ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 18, വാട്ട് ഈസ് ടർണേഴ്സ് സിൻഡ്രോം? ഇത് ഡീപ്പായിട്ട് ചോദിച്ചതാ, ഡയറക്റ്റ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ജെനറ്റിക്സ് എന്നുള്ള പാട്ടിൽ നിന്ന് വരുന്നതാ. നമ്മുടെ ലെക്ചറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. നമ്മൾ ഓൾറെഡി +2 ബയോളജിയിൽ പഠിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് ഫീമെയിലിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ്, ജെനറ്റിക് ഡിസോർഡറാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സാധാരണ 2 കൈൻഡ് ഓഫ് ക്രോമസോംസ് നമുക്കുണ്ട്. ഫസ്റ്റ് 22 പേഴ്സ് ഓട്ടോസോംസാണ്, പിന്നെ 23ാമത്തെ പേര് സെക്സ് ക്രോമസോമാണ്. അതിൽ സെക്സ് ക്രോമസോം ഫീമെയിൽ ആണെങ്കിൽ 2 X ക്രോമസോംസ് ഉണ്ടാവുക. മെയിൽ ആണെങ്കിലോ 1 Xും 1 Yയും. ഫീമെയിലിൽ ഇങ്ങനെ 2 X ക്രോമസോം ഇല്ലാതെ ജസ്റ്റ് 1 X ക്രോമസോം മാത്രമാണെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫീമെയിലിന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. അവർക്ക് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള കണ്ടീഷൻ, കുട്ടികളുണ്ടാവില്ല, മെൻസ്ട്രൽ സൈക്കിൾ അവരിൽ ഉണ്ടാവില്ല, ഷോർട്ട് സ്റ്റാച്ചർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 19, ഡിഫൈൻ ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ? ഇവിടെ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. Fertilization is the process in which the genetic material from a haploid sperm cell and a haploid secondary oocyte merges into a single diploid nucleus. സിംപിളി പറയുകയാണെങ്കിൽ സ്പേമും സെക്കൻഡറി ഊസൈറ്റും ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. പലരും ഡെഫിനേഷനായിട്ട് എഴുതുക സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. അത് തെറ്റാണ്. സ്പേം ഫ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആയിട്ടാണ്. അങ്ങനെ സ്പേമും സെക്കൻഡറി ഊസൈറ്റും ഫ്യൂസ് ചെയ്ത ശേഷം ഈ ഒരു സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് എഗ്ഗായിട്ട് മാറും. അത് നമ്മൾ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ ഒരു സംഭവം എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ സെക്കൻഡറി ഊസൈറ്റിന് എഴുതണം, എഗ്ഗ് എന്ന് എഴുതി വെക്കരുത്. ആ ഒരു ഡെഫിനേഷൻ മാത്രം പോരാ, അതിൻ്റെ കൂടെ നിങ്ങൾ ജസ്റ്റ് എവിടെ വെച്ചാണ് നടക്കുന്ന കാര്യം കൂടെ മെൻഷൻ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ചെയ്യേണ്ടത്.